രാഷ്ട്രീയ കേരളത്തിന്റെ ഗതി നിർണ്ണയിക്കാൻ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം വോട്ടെടുപ്പ് ആരംഭിക്കും. 7 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ട് രേഖപ്പെടുത്താൻ അവസരമുള്ളത്. മോക്ക് പോളിംഗ് പുരോഗമിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ ആവേശവും ആരവവും ചോരാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ന്യൂസ് മലയാളം സജ്ജമാണ്. ഇതിപ്പോൾ ആദ്യം പാലക്കാട്ട് നിന്ന് സച്ചിനാണ് നമുക്കൊപ്പം ചേരുന്നത്. സച്ചിൻ, പാലക്കാട്ടെ പോളിംഗ് തയ്യാറെടുപ്പുകൾ ഏത് ഘട്ടം വരെയായി? മോക്ക് പോളിംഗ് പൂർത്തിയായിട്ടുണ്ടോ? ഇപ്പോൾ ശോഭാ സുരേന്ദ്രന്റെ വോട്ടിന് നോട്ട് വിവാദം അടക്കം വന്ന പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ തന്നെ അവിടുത്തെ വാശിയേറിയ പോരാട്ടം കൊണ്ട് എല്ലാവരും ഉറ്റുനോക്കുന്ന ആ മണ്ഡലത്തിൽ കൂടുതൽ ശ്രദ്ധ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? അർഷൻ, പാലക്കാട് ജില്ലയിലെ എല്ലാ ബൂത്തുകളിലും മോക്ക് പോളിംഗ് അടക്കം ആരംഭിച്ചിട്ടുണ്ട് എന്ന ഒരു പ്രാഥമിക വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. കൂടാതെ തന്നെ 22 ലക്ഷത്തിലധികം വോട്ടർമാരാണ് പാലക്കാട് ജില്ലയിലുള്ളത്. അതിൽ 11 ലക്ഷത്തിലധികം സ്ത്രീ വോട്ടർമാർ തന്നെയാണ് മറ്റു ജില്ലകളിലെ പോലെ തന്നെ പാലക്കാട് ജില്ലയിലും കൂടുതലായിട്ടുള്ളത്. എന്തായാലും 2531 പോളിംഗ് സ്റ്റേഷനുകളാണ് പാലക്കാട് ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിലായി ഉള്ളത്. അവിടെയെല്ലാം എല്ലാവിധ ക്രമീകരണങ്ങളും പൂർത്തീകരിച്ച് മോക്ക് പോളിംഗ് അടക്കം പൂർത്തീകരിച്ചു എന്ന് തന്നെയാണ് നമുക്ക് ഏറ്റവും പുതുതായി നൽകുന്ന വിവരം. കൂടാതെ ഹർഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കലാശക്കൊട്ടൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ അവസാനിച്ചെങ്കിലും പാലക്കാട്ടെ വിവാദങ്ങൾക്കൊന്നും കലാശക്കൊട്ടുണ്ടായില്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഇന്നലെയായിരുന്നു പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ വോട്ടിന് പണം നൽകുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. പാലക്കാട് കണ്ണാടി പഞ്ചായത്തിലെ വീട്ടമ്മക്ക്, അതായത് വയോധികക്കാണ് 5000 രൂപ ശോഭാ സുരേന്ദ്രൻ വോട്ടിനായി നൽകിയത്. അതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ പാലക്കാട് സൗത്ത് പോലീസ് ഇലക്ഷൻ ഫ്ലൈയിങ് സ്ക്വാഡിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ പിരായിരിയിലെ സാരി വിതരണത്തിൻ്റെയും അതേപോലെ തന്നെ മറ്റു വസ്തുക്കളെല്ലാം വിതരണം ചെയ്തു എന്ന അടിസ്ഥാനത്തിലുള്ള പരാതികളെല്ലാം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കൂടുതലായുള്ള പരാതികൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസ് പ്രവർത്തകരാണ് ഇത്തരത്തിലുള്ള പരാതികൾ നൽകിയിട്ടുള്ളത്. ഇതിലൊക്കെ കേസെടുക്കുമെന്ന് തന്നെയാണ് പാലക്കാട്ടെ പോലീസും അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തന്നെയാണ് പ്രശ്നബാധിത ബൂത്തുകൾ, പ്രശ്ന സാധ്യതാ ബൂത്തുകൾ, ഇതൊക്കെ ഏതെല്ലാം മേഖലകളിലാണ്? അത്തരം പ്രദേശങ്ങളിൽ കൂടുതൽ പോലീസിനെയൊക്കെ വിന്യസിച്ചിട്ടുണ്ടോ? പാലക്കാട് ജില്ലയുടെ ഒരു പൊതുചിത്രം എന്താണ്? ഹർഷൻ, തീർച്ചയായും പാലക്കാട് ജില്ലയിലും നിരോധനാജ്ഞ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ 70-ലധികം പ്രശ്നബാധിത ബൂത്തുകൾ ഉണ്ട് എന്നാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. എന്തായാലും നിരോധനാജ്ഞ അടക്കമുള്ള ക്രമീകരണങ്ങളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട് ജില്ലയിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായും ഇന്നലെ വന്ന വിവാദങ്ങളുടെ അടിസ്ഥാനത്തിലടക്കം പാലക്കാട് മണ്ഡലത്തിലടക്കം കൂടുതൽ പ്രശ്നബാധിത ബൂത്തുകൾ ഉണ്ടാകുമെന്ന ഒരു കാര്യം ബന്ധപ്പെട്ട പാലക്കാട് ജില്ലയിലെ ഇലക്ഷൻ്റെ വരണാധികാരി കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടറുടെ ഉത്തരവിലുണ്ട്. എന്തായാലും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പാലക്കാട് ജില്ലയിലും ഏർപ്പെടുത്തിയിട്ടുള്ളത്. പാലക്കാട് കേരള പോലീസിന് പുറമെ തമിഴ്നാട്ടിലെയും കർണാടകയിലെയും പോലീസിനെയും പാലക്കാട് ജില്ലയിൽ വിന്യസിച്ചിട്ടുണ്ട്. പരിപൂർണമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പാലക്കാട് ജില്ലയിലെ ഓരോ ബൂത്തുകളിലും ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രശ്നബാധിത ബൂത്തുകളിൽ വിവരങ്ങൾക്കായി പിന്നീട് തിരിച്ചു വരാം. ഇപ്പോൾ തൃശ്ശൂരിലേക്ക് പോവുകയാണ്. തൃശ്ശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട്. ലെവിൻ കെ വിജയൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിട്ടുമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലെവിൻ, എന്താണ് തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള വിവരങ്ങൾ? ഹർഷൻ, തൃശ്ശൂർ ജില്ലയിൽ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട നടപടികളെല്ലാം പൂർത്തീകരിച്ചു. 25 ലക്ഷം വോട്ടർമാർ ജില്ലയിലെ 13 മണ്ഡലങ്ങളിലായി വിധിയെഴുതുന്ന ദിവസമാണിന്ന്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വലിയ ക്രമീകരണങ്ങൾ എല്ലാം തന്നെ പൂർത്തീകരിച്ചു. രാവിലെ തന്നെ 2839 പോളിംഗ് ബൂത്തുകളാണ് ജില്ലയിൽ സജ്ജമാക്കിയിരിക്കുന്നത്. 13 മണ്ഡലങ്ങളിലായി 77 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നു. രാവിലെ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് വലിയ തിരക്ക് എന്ന അനുഭവപ്പെട്ടു തുടങ്ങി. ഇതിനോടകം തന്നെ പല മണ്ഡലങ്ങളിലും ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെ ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 137 നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്യുന്നതിനായി എത്തിയിരിക്കുന്നു. ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തെ കാണുന്നതിനായി ഇവിടെ എത്തിയിരിക്കുന്നതിൻ്റെതായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. നാട്ടിക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായ ഗീതാ ഗോപിയും ഇതേ മണ്ഡലത്തിൽ തന്നെ ഇതേ ബൂത്തിൽ തന്നെയാണ് വോട്ട് ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചുകൊണ്ട് ജില്ലയിലെ ക്രമീകരണങ്ങളെല്ലാം തന്നെ വലിയ തോതിൽ പൂർത്തീകരിക്കേണ്ടിയിരുന്നു. 15,000-ലധികം ഹോം വോട്ടിംഗ് ഇതിനോടകം
തന്നെ സീനിയർ സിറ്റിസൺസും അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള വോട്ടർമാരിൽ നിന്നും അത്തരത്തിലുള്ള വോട്ടെടുപ്പ് നടത്തുകയും മറ്റും ചെയ്തു. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ ജില്ലയിൽ മത്സരിക്കുന്നത് മണലൂർ മണ്ഡലത്തിലാണ്. 10 സ്ഥാനാർത്ഥികളാണ് അവിടെ ജനവിധി തേടുന്നത്. നാട്ടിക മണ്ഡലത്തിൽ 3 സ്ഥാനാർത്ഥികൾ, ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജില്ലയിലെ 25,32,715 വോട്ടർമാരിൽ 12,28,118 വോട്ടർമാർ പുരുഷന്മാരായുണ്ട്. 13,40,580 വോട്ടർമാർ വനിതാ വോട്ടർമാരാണ്. അങ്ങനെ വോട്ടർമാരുടെ ഒരു കണക്ക് പരിശോധിക്കുമ്പോൾ തന്നെ വലിയൊരു നിർണായകമായിട്ടുള്ള ഒരു സംഖ്യ തൃശ്ശൂരിൽ നിന്ന് മാത്രം നമുക്ക് കണ്ടെത്താനാകും. ഏതായാലും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചുകൊണ്ട് അവർ രാവിലെ തന്നെ എത്തി ജില്ലയിലെ 13 മണ്ഡലങ്ങളിലെയും 2800-ൽ പരമുള്ള ബൂത്തുകളിൽ മോക്ക് പോളിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൻ്റെ ആദ്യ പോളിംഗ് ആരംഭിക്കാൻ ഇനി മിനിറ്റുകൾ മാത്രമാണ് ഉള്ളത്. തൃശ്ശൂരിനെ സംബന്ധിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയുള്ള ഒരു ജില്ലയാണ്. ഒട്ടേറെ സംഭവ വികാസങ്ങൾ ഇന്നലെ വൈകിട്ട് വരെ നടന്നിരുന്നു എന്നുള്ള വോട്ടിങ്ങിനെ അല്ലെങ്കിൽ ജനവിധിയെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ നടന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ജില്ലയിൽ നിന്നും ഉയർത്തിക്കാട്ടാനാകും. ഏതായാലും വലിയേറെ വാശിയേറിയ ത്രികോണ മത്സരങ്ങളടക്കം ജില്ലയിലെ പല മണ്ഡലങ്ങളിലും നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കം ഇവിടെ നിന്നും കാണാൻ കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിഞ്ഞ വിവരം. അല്ലെങ്കിൽ ആ നിലയിലാണ് കാര്യങ്ങൾ മറ്റുമുള്ളത്. ജില്ലയെ സംബന്ധിച്ചുകൊണ്ട് കഴിഞ്ഞ 2021 തിരഞ്ഞെടുപ്പിൽ 75.71% പോളിംഗ്. ഉയർന്ന പോളിംഗ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതേ നിലയിലുള്ള പോളിംഗ് ഇത്തവണയും ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും മുന്നണി നേതാക്കളും എല്ലാം കരുതുന്നത്. വിവിധ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ഗുരുവായൂരിലെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, ഒപ്പം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തുടങ്ങിയവരെല്ലാം അവിടെ ബൂത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ലെവിൻ കെ വിജയനാണ് തൃശ്ശൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് നിന്ന് ഇപ്പോൾ രതീഷ് വാസുദേവൻ കൂടി ചേരുന്നുണ്ട്. രതീഷ്, കാസർഗോഡ് താരതമ്യേന പ്രശ്നബാധിത ബൂത്തുകളും പ്രശ്നസാധ്യതാ ബൂത്തുകളും ഒക്കെ കൂടുതലുള്ള ഒരു ജില്ല കൂടിയാണ്. പൊതുവെ കാസർഗോട്ടെ സാഹചര്യം ഇപ്പോഴെന്താണ്? മോക്ക് പോളിംഗ് എല്ലാം പൂർത്തിയായോ? പോളിംഗിലേക്ക് പോകാൻ ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ബാക്കി. ഹർഷൻ, തീർച്ചയായും 5 മണ്ഡലങ്ങളിലെ 1146 ബൂത്തുകളിലും ഇപ്പോൾ മോക്ക് പോളിംഗ് ഏതാണ്ട് പൂർത്തിയായി വരികയാണ്. 7 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിക്കാനുള്ള നടപടികളും പൂർത്തിയായിട്ടുണ്ട്. നമുക്കറിയാം, ഈ 228 പ്രശ്നബാധിത ബൂത്തുകളാണ് കാസർഗോഡ് ജില്ലയിലുള്ളത്. തൃക്കരിപ്പൂര്, മഞ്ചേശ്വരം, ഉദുമ, കാസർഗോഡ് മണ്ഡലങ്ങളിലായിട്ടാണ് ഇത്തരത്തിൽ പ്രശ്നബാധിത ബൂത്തുകൾ കണ്ടെത്തിയിട്ടുള്ളത്. 2000-ലധികം സംസ്ഥാന പോലീസിൻ്റെ സേനാംഗങ്ങളും 12 കമ്പനി കേന്ദ്ര സേന, സായുധ സേന അംഗങ്ങളുമാണ് സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് ജില്ലയിൽ എത്തിയിട്ടുള്ളത്. എന്തായാലും കുറ്റമറ്റ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളുമായി ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നെല്ലിക്കുന്ന് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെയാണ് മുൻ MLA NA നെല്ലിക്കുന്ന് ഉൾപ്പെടെ വോട്ട് ചെയ്യുന്ന ബൂത്താണ് 166, 167 2 ബൂത്തുകളാണ് ഇവിടെയുള്ളത്. എന്തായാലും മോക്ക് പോളിങ്ങിൻ്റെ പുരോഗമിച്ചു അവസാന പ്രവർത്തനങ്ങളിലാണ്. 7 മണിക്ക് തന്നെ ഇപ്പോൾ പോളിംഗ് ആരംഭിക്കാനുള്ള നടപടികളായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ വോട്ടർമാർ എത്തി തുടങ്ങി, ക്യൂ നിന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ. എന്തായാലും ജില്ലയിലെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. പക്ഷേ അവിടെയൊക്കെ തന്നെ വെബ്കാസ്റ്റിംഗ് അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട് ജില്ലാ ഭരണകൂടം. മാത്രവുമല്ല, ഈ പ്രശ്നബാധിത ബൂത്തുകളിൽ എന്തെങ്കിലും വിഷയമുണ്ടായ അടിയന്തരമായി ഇടപെടുന്നതിൽ സെക്ടർ ഓഫീസർമാരെ 16 സെക്ടർ ഓഫീസർമാരുൾപ്പെടെ നിയമിച്ചിട്ടുണ്ട്. 11 ലക്ഷത്തിലധികം വോട്ടർമാരാണ് 5 മണ്ഡലങ്ങളായിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ വലിയ വിവാദങ്ങൾക്കൊക്കെ തിരികൊളുത്തിയ ഒരു മണ്ഡലം ജില്ല എന്ന നിലയിൽ മഞ്ചേശ്വരവും കാസർഗോഡും ഒക്കെ തന്നെ വലിയ ചർച്ചയാണ്. എന്തായാലും മുന്നണികൾ എല്ലാം തന്നെ രാവിലെ തന്നെ അവരുടെ കാസർഗോഡ് നിന്നുള്ള വിവരങ്ങളാണ് രതീഷ് നൽകിയത്. ഇപ്പോൾ കോഴിക്കോട് നിന്ന് ആകാശ് ചേരുന്നുണ്ട്. ആകാശ്, ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന ജില്ല എന്ന് പൊതുവെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വിലയിരുത്തപ്പെട്ട ജില്ലയാണ് കോഴിക്കോട്. പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ എന്താണ് കോഴിക്കോട് വോട്ടർമാർ ആ ആവേശം കാണിക്കുന്നുണ്ടോ? രാവിലെ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിത്തുടങ്ങിയോ? എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? സനി, ഹർഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 13 മണ്ഡലങ്ങളിലേക്കുള്ള കനത്ത മത്സരം നടക്കുന്നതാണ് കോഴിക്കോട് ജില്ലയിൽ. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ആളുകളെല്ലാം എത്തിയിട്ടുണ്ട് വോട്ട് ചെയ്യാനായിട്ട്. ആളുകൾ 6:40 തന്നെ എത്തിയിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്നത് വെസ്റ്റ് ഹിൽ സെൻറ് മൈക്കിൾ സ്കൂളിലാണ്. ഇവിടെ ഇപ്പോൾ ആളുകളെല്ലാം എത്തിയിട്ടുണ്ട്. അവരെല്ലാം ക്യൂവിൽ നിൽക്കുകയായിരുന്നു. 6 മണിയോടുകൂടെ മോക്ക് ആരംഭിക്കുകയും പിന്നീട് അത് പൂർത്തിയാക്കുകയും ചെയ്തു. അതിനുശേഷം ആളുകളെല്ലാം തന്നെ ഇവിടേക്ക് എത്തി വോട്ട് രേഖപ്പെടുത്താനായി എത്തിയിട്ടുണ്ട്. ഇത് നോർത്ത് മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലം
മണ്ഡലമാണ്. നവ്യ ഹരിദാസ് NDA സ്ഥാനാർത്ഥിയായും തൊട്ടത്തിൽ രവീന്ദ്രൻ LDF സ്ഥാനാർത്ഥിയായും കൂടാതെ K ജയന്ത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ത്രികോണ മത്സരം തന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ള മണ്ഡലമാണ്. ഇവിടെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ആരംഭിക്കാൻ പോകുന്നത്. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ആരംഭിക്കും. ഇവിടെ നിരവധി പേർ ഇപ്പോൾ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ 41-ാം ബൂത്തിലാണ് ഡോക്ടർ MK മുനീർ വോട്ട് ചെയ്യാനായിട്ട് എത്തുക. അദ്ദേഹവും അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏഴോടുകൂടി അദ്ദേഹവും ഇവിടെ എത്തിച്ചേരും. ഏതായാലും കോഴിക്കോടുള്ള 13 മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് കോഴിക്കോട് നോർത്ത്. ഇവിടത്തെ ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കും. ആളുകളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. ജോലിക്ക് പോകേണ്ടവരാണ് രാവിലെ തന്നെ എത്തിയിട്ടുള്ളത്. ചേട്ടാ, ജോലിക്ക് പോകാനുള്ളതിനെ കൊണ്ടാണ് നേരത്തെ വന്നത്? അതെ. അതെ അല്ലേ ചേട്ടാ, എപ്പോഴാണ് എത്തിയത്? 6 മണിക്ക് എത്തി. 6 മണിയാണ്. അത് തന്നെയാണ് ഹർഷൻ. 6 മണിയോട് കൂടെ തന്നെ ആളുകൾ എത്തിയിട്ടുണ്ട്. അവരെല്ലാം റൈറ്റ്, അതാണ് 6 മണിയോടുകൂടെ തന്നെ ആളുകൾ വോട്ട് ചെയ്യാനായി ക്യൂവിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു കോഴിക്കോട് ജില്ലയിലെ വിവിധ ബൂത്തുകളിൽ എന്ന്